ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചെറിയ ബാത്റൂമിന്റെ പ്ലംബിംഗ് ഉണ്ട്. കൺസീൽഡ് പ്ലംബിംഗ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ നമുക്കിതൊരു 180 സെന്റിമീറ്ററോളം ഉണ്ട് ഈ ഈ ബാത്റൂമിന്റെ നീളം. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു 70 സെന്റിമീറ്ററോളം ക്ലോസറ്റിന് വിട്ടിട്ട് ബാക്കി 1 മീറ്ററോളം എടുത്തോണ്ട് ഇത് 1 മീറ്റർ സെന്റർ ആക്കിയിട്ട് ഷവറിനും പിന്നെ ബാക്കി വരുന്നത് ബേസിനും കണക്കാക്കിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ക്ലൈന്റും പറഞ്ഞത് അങ്ങനത്തെ മതി എന്നാണ്. പിന്നെ ബേസിൻ ചെറുത്, വളരെ ചെറുത്, താഴത്തെ ബാത്റൂമിന്റെ അതേപോലെ തന്നെ ഇവിടെ മതി എന്നാണ് പറഞ്ഞത്. പഴയ മോഡലിൽ ചെയ്തേക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ ബേസിൻ, അത് കഴിഞ്ഞ് ഷവർ, അത് കഴിഞ്ഞിട്ട് ക്ലോസറ്റ്, അങ്ങനെ നമ്മൾ ചെയ്തേക്കുന്നത്. താഴത്തെ അതുപോലെ തന്നെ. അപ്പൊ അവര് ക്ലൈന്റ് എന്താ പറയണത് അതാണ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ അഭിപ്രായങ്ങളൊന്നും പറയും. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലർ അത് വേണ്ടാന്ന് പറയും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പടിഞ്ഞാട്ടുണ്ട്, അല്ലെങ്കിൽ വടക്കോട് തിരിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്, പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന പലരും പല മൈൻഡുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ക്ലൈന്റിന്റെ അവരെ എങ്ങനെയാണ് അവരെ തൃപ്തിയാന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനാണല്ലോ. അപ്പൊ നമ്മൾ അത് ചെയ്ത് കൊടുക്കുക. അവർക്ക് തൃപ്തി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുക. ബാത്റൂമിന്റെ കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ചില നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അതുപോലെ നമ്മൾ അതിന്റെ കൂടെ നിൽക്കാന്നുള്ളൂ. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.